ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ 20 kg വെയിറ്റ് ലോസ് ജേർണിയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഫുഡ് ഐറ്റംസിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് കേട്ടോ. അപ്പോൾ അധികം മത്സരത്തിലുകളൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഫാൻസി ഡയറ്റൊന്നും അല്ലായിരുന്നു ഫോളോ ചെയ്ത്, നമ്മുടെ ഹോംലി ഫുഡൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു എൻ്റെ ഡയറ്റൊക്കെ. അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലിന് അത്യാവശ്യം ചേഞ്ച് വന്നപ്പോൾ തന്നെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 14:10 എന്ന പാറ്റേൺ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഫോളോ ചെയ്യാവുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം, ബിഗിനേഴ്സിന് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. 16:8 എന്ന പാറ്റേൺ ഒക്കെ നമുക്ക് തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഏതൊക്കെ രീതിയിൽ ഫോളോ ചെയ്യാം, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടും അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാവേ. അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് പറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജ്യോതി ഷാജി. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് ഫുഡ് തെറാപ്പിസ്റ്റും കൂടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഡയറ്റ് പ്ലാൻസ് ഒക്കെ എൻ്റെ ക്ലയൻസിന് ചെയ്തു കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID ടാഗ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് 3 മെയിൻ മീലും 2 സ്നാക്കുമാണ് ഉള്ളത്. രാവിലെ ഞാൻ 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ അതിന് മുന്നേ നമ്മൾ 7 മണിക്കാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എണീക്കുന്ന ആൾക്കാർ അതനുസരിച്ച് നിങ്ങളുടെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ചൂടുവെള്ളം കുടിക്കും. ചൂടുവെള്ളത്തിനകത്ത് നമുക്ക് നമ്മുടെ ജീരകം ഇട്ട് തിളപ്പിക്കാം, അതുപോലെ പെരുംജീരകം ഇട്ട് തിളപ്പിക്കാം, കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, പിന്നെ കാപ്പിപ്പൊടി ഇട്ട് മധുരമില്ലാതെ ലൈറ്റായിട്ട് കട്ടൻ കുടിക്കാം, പിന്നെ ഗ്രീൻ ടീ കുടിക്കാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ വെറും വയറ്റിൽ ഞാൻ കുടിക്കുന്ന ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നവരെ വിശക്കുവാണെങ്കിൽ എന്നേലും 1-2 ഗ്ലാസ് വെള്ളം, ഒരു 1/2 ലിറ്റർ വെള്ളം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം വരെ വെള്ളമൊക്കെ തന്നെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ആദ്യം ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് യൂസ്ഡ് ആകും, കുഴപ്പമില്ലാണ്ടായിക്കോളും, വിശക്കത്തൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ 11 മണിയാകുമ്പം ചിലപ്പോൾ വിശക്കാറുണ്ട്. അപ്പോൾ 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ 11 മണിക്ക് വിശക്കാറില്ല. സോ അങ്ങനെ വിശക്കുന്ന അവസ്ഥ ഉണ്ടാകുവാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും റോബസ്റ്റ പഴവോ ആപ്പിളോ അല്ലെങ്കിൽ വാട്ടർ മെലണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മോരുണ്ടെങ്കിൽ ഇച്ചിരി മോരും വെള്ളമോ പേരയ്ക്കായോ ചാമ്പയ്ക്കായോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്നതെങ്കിലും ആ സമയത്ത് ഒന്ന് സ്നാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉച്ച സമയമാകുമ്പോഴത്തേനും ചോറ്, എല്ലാ ദിവസവും ചോറ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറിന് മീൻ കറിയോ, കറി വെച്ചിട്ടാണ് എല്ലാം കഴിക്കുന്നത്, ഫ്രൈ ചെയ്തിട്ടല്ല. മീൻ കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട ഇനി വറുത്ത് കഴിക്കുവാണെങ്കിൽ തന്നെ അത് നോൺ സ്റ്റിക്ക് പാനിൽ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും. പിന്നെ ചെറുപയർ, വൻപയർ, പരിപ്പ്, സോയാബോൾ അങ്ങനെയുള്ള പ്രോട്ടീൻ സോഴ്സുകളുള്ള കറികളാണ് എല്ലാം ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ, പിന്നെ ഒരു ഒഴിച്ചുകറി എനിക്ക് എപ്പോഴും കാണാറുണ്ട്. മീൻ കറി ഇല്ലാത്തൊരു ദിവസമേ ഇല്ല കേട്ടോ. മീൻ ഇല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും നോൺ വെജ് എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ മിനിമൽ ഓയിൽ യൂസ് ചെയ്തായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ചോറ് കഴിക്കാണ്ട് നമുക്ക് ഡയറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ചോറിന്റെ അളവ് കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള കറികൾ അതിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ മീനോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പീസ് ആദ്യം നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ആദ്യം ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു ത്വരയങ്ങ് കുറയും. കാർബോഹൈഡ്രേറ്റ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു വിശപ്പ് കഴിഞ്ഞൊരു ഫീൽ ഉണ്ടാവില്ല. സോ ഞാൻ കഴിക്കുന്ന എപ്പോഴും പ്രോട്ടീൻ, പണ്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറികൾ അവസാനത്തേക്ക് കഴിക്കാൻ മാറ്റി വെക്കും. പക്ഷേ അങ്ങനെയല്ല, നോൺ വെജ് എന്നാണോ ഉള്ളത് അതിൽ നിന്നൊരു പീസ് ആദ്യം കഴിച്ചിട്ട് അതിനുശേഷം ചോറ് കഴിക്കാൻ തുടങ്ങും. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, എന്നിട്ടായിരിക്കും ഇതെല്ലാം കഴിക്കുന്നത്. സാലഡ്സും ഉൾപ്പെടുത്തും. അങ്ങനെ എല്ലാ ദിവസവും ചോറ് കറികളും തന്നെയായിരിക്കും ഉച്ച സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടാവുക. പിന്നെ 4 മണി ചായ, അത് മലയാളികൾക്ക് എല്ലാവർക്കും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ 4 മണിക്ക് ചായ കുടിക്കാറുണ്ട്, പക്ഷെ മധുരമില്ലാത്ത ചായ ആയിരിക്കും കുടിക്കുന്നത്. അതിനോടൊപ്പം സ്നാക്കിന് വേണ്ടിയിട്ട് പണ്ടൊക്കെയാണ് പഴംപൊരി, പരിപ്പുവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കഴിക്കാറ്. ഇപ്പോൾ അതൊന്നുമില്ല. അതിന് പകരം പാൻ കേക്ക് അല്ലെങ്കിൽ കൊഴുക്കട്ട, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇലയട, അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡിൽ സാൻഡ്വിച്ച് ഒക്കെ പോലെ, അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡിൽ പീനട്ട് ബട്ടർ ഒക്കെ തേച്ചിട്ട്, പീനട്ട് ബട്ടർ ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ബോയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക്. അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് കഴിക്കും, സീഡ്സും നട്ട്സും കൂടെ എടുത്തിട്ട്. നമുക്ക് എല്ലാ ദിവസവും കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അതാണ്. ഞാൻ അങ്ങനെ നട്ട്സോ ഈ സീഡ്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് നട്ട്സും സീഡ്സും. കാരണം നമുക്ക് വേണ്ട ഹെൽത്തി ഫാറ്റ്സും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ
നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ എല്ലാ വെജിറ്റബിൾസും എല്ലാ ഫ്രൂട്ട്സും ഒന്നും എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നല്ല സാധനങ്ങളും കൂടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഡിന്നറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. കാരണം ഞാൻ ഡിന്നറിന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുത്ത് കഴിക്കുമെന്നല്ല പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് തന്നെയാണ് എൻ്റെ ഡിന്നറിൻ്റെ ഓപ്ഷൻസും. സോ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇനി പറയാം കേട്ടോ. ആദ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിനെ കുറിച്ച് പറയാം. അത് ഞാൻ നമ്മുടെ കള്ളപ്പം, പാലപ്പം എന്നൊക്കെ പറയുന്ന അപ്പം നമ്മൾ രാവിലെ കഴിക്കുമല്ലോ, ആ അപ്പം ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ അപ്പം വീട്ടിലുണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്താണ് എൻ്റെ വീട്ടിലൊക്കെ അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പാലപ്പോ കള്ളപ്പോ എൻ്റെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. ആദ്യം ഞാൻ വീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ പറയാം. കാരണം ഗോതമ്പ് പൊടിയാണല്ലോ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ദേശീയ ഭക്ഷണം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണല്ലോ. എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനവും ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ആദ്യം വീറ്റ് കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ പറയാം. അതിന് ദോശ ഉണ്ടാക്കും, പിന്നെ ചപ്പാത്തി, പിന്നെ അത് നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഈ സേവനാഴിക്കകത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നൂഡിൽസ് പോലെ ഉണ്ടാക്കി ആവി കയറ്റും. എന്നിട്ട് അതിനകത്ത് വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടിയിട്ട് മുട്ടയൊക്കെ ചിക്കി ഒരു നൂഡിൽസ് പോലെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. പിന്നെ ഗോതമ്പ് പൊടിക്ക് പുട്ടും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഇതിനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ മുട്ടക്കറി, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ ചെറുപയർ, വൻപയർ, കടലക്കറി, സോയാബോൾ കറി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് ഉള്ള കറികളായിരിക്കും ഞാൻ ഇതിനെല്ലാം കഴിക്കുന്നത്. 1 ടീസ്പൂണിൽ കൂടുതൽ ഓയിൽ ഞാൻ ഒന്നിനും യൂസ് ചെയ്യത്തില്ല. നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്തെടുക്കും. ബാക്കി ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് മൂടിയൊക്കെ വെച്ചിട്ട് കുക്കൊക്കെ ചെയ്ത് സവോളയൊക്കെ വഴറ്റിയൊക്കെ എടുക്കും. അധികം എണ്ണ യൂസ് ചെയ്ത് പൊടിയോ ഒന്നും വഴറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അധികം കലോറി ഉണ്ടാവത്തുമില്ല. നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും, പ്രോട്ടീൻ നമുക്ക് വേണ്ടത് കിട്ടുകയും ചെയ്യും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന്. ഇനി നമുക്ക് ഓട്സ് വെച്ചിട്ട് എന്നതൊക്കെ കഴിക്കാമെന്ന് നോക്കാം. ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഓട്സ് വാങ്ങരുത്. സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് നിങ്ങൾ വാങ്ങിക്കണം. ഇതാണ് കുറച്ചും കൂടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടാവും ഓട്സ് കഴിച്ചാലും വെയിറ്റ് കൂടും, അതും കാർബോഹൈഡ്രേറ്റ് ആണ്, അതും ഷുഗർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിയാ, പക്ഷെ ഓട്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ല. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹിക്കാൻ കുറേ കൂടെ സമയം എടുക്കും. സോ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേനും നമ്മളത് കഴിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടേ നമുക്ക് വീണ്ടും വിശക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഓട്സ് വെച്ച് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓട്സ് സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓട്സ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഞാൻ ഓട്സ് സ്മൂത്തിയിലും ഓവർനൈറ്റ് ഓട്സിനകത്തും നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടായിരിക്കും, ബാക്കി എല്ലാത്തിനകത്തും ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഫില്ലിങ്ങുമാണ്. അതുപോലെ തന്നെ ഈ ഓംലെറ്റിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തതിൻ്റെയൊക്കെ ഉണ്ട്, അതുകൂടെ കുഞ്ഞിതായിട്ടൊക്കെ അരിഞ്ഞ് ഇടാൻ വേണമെങ്കിൽ. അതുപോലെ നമ്മുടെ സാലഡിനകത്ത് ഞാൻ യോഗത്തും ഒക്കെ വെച്ചിട്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ റെസിപ്പീസ് ഈ ചാനലിൽ തന്നെ ഞാൻ വെയിറ്റ് ലോസ് റിലേറ്റഡ് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റിനകത്ത് 42 വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കുറേ യൂസ്ഫുൾ റെസിപ്പീസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അതിനെക്കുറിച്ച് ഇടുന്നതുമാണ്. ഇനി ചെറുപയർ നമുക്ക് മുളപ്പിച്ച് മാത്രമല്ല ചെറുപയർ പുഴുങ്ങി കഴിക്കാം. അതുപോലെ ചെറുപയർ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിനകത്ത് ഇച്ചിരി തൈരും ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മിക്സിയിൽ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ദോശ പോലെ ചുട്ട് കഴിക്കാം. ചെറുപയർ മുളപ്പിച്ചിട്ട് അത് നമ്മുടെ സാലഡ്സിനകത്തൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങാപ്പീര ഇട്ട് ഉപ്പും ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം, പഞ്ചസാര ഇടാതെ. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. കാരണം നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് ചെറുപയർ എന്ന് പറയുന്നത്. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. പാൻ കേക്ക് ഞാൻ വീറ്റിന് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ റാഗി ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്, പിന്നെ ഓട്സ് പൗഡർ ആക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ മില്ലറ്റ്സ് ഫ്ലോർ, അത് നമുക്ക് റാഗി ഒരു മില്ലറ്റാണ്. അതുപോലെ തന്നെ പേൾ മില്ലറ്റ് എന്നും പറഞ്ഞ് കിട്ടും. അങ്ങനെ പല ടൈപ്പ് മില്ലറ്റ്സ് ഫ്ലോർ കിട്ടും. അതൊക്കെ നമ്മൾ ഈ പാൻ കേക്കിന് മൈദായ്ക്ക് പകരം ഈ പല പൊടികൾ ആഡ് ചെയ്തിട്ട് പല ടേസ്റ്റിനായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. കൊക്കോ പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ട് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്രെഡ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ബ്രെഡ് വാങ്ങുമ്പോഴത്തേനും ഒന്നെങ്കിൽ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സോയാ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ് ഡയബറ്റിക് ബ്രെഡ്, അങ്ങനെ നമുക്ക് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ബ്രെഡ് മാത്രം നിങ്ങൾ വാങ്ങിക്കുക. ഈ ബ്രെഡിനകത്തൊക്കെ നമുക്ക് സാൻഡ്വിച്ച് പോലെ അല്ലെങ്കിൽ സ്പ്രെഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പീനട്ട് ബട്ടറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ സാലഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ചവറുകൾ മാത്രം കഴിച്ചുകൊണ്ടല്ല, ഇച്ചിരിയും കൂടെ ടേസ്റ്റി ആയിട്ട് 1 ടീസ്പൂൺ എണ്ണ എടുത്തിട്ട് അതിനകത്ത് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പിച്ചിട്ട്, അല്ലെങ്കിൽ പനീർ ക്യൂബ്സ് ഒക്കെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ മുട്ട ബോയിൽ ചെയ്തിട്ട് അങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കി കഴിക്കും. അപ്പം നമുക്ക് രാത്രിക്കാണെങ്കിലും വിശക്കത്തില്ല. ഈ ഡിന്നറായിട്ടും സാലഡ്സ് കഴിക്കാവുന്നുണ്ട്. പ്രോട്ടീനും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അധികം വിശക്കത്തില്ല കേട്ടോ. അപ്പുറത്തെ ഗവൺമെന്റ് നല്ലതായിട്ട് കിടന്ന് കരയുന്നുണ്ട്. ഇവിടുത്തെ റിച്ചു അല്ല കേട്ടോ കരയുന്നത്, അപ്പുറത്തെ വീട്ടിലെ കരച്ചില്ല. പിന്നെ ഇതൊക്കെ അല്ലാണ്ട് ബിരിയാണിയോ സദ്യയോ അല്ലെങ്കിൽ ഒരു പായസമോ ഒക്കെ കുടിക്കണം എന്ന് തോന്നിയപ്പോൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കലോറി ലിമിറ്റിനകത്ത് നിന്നുകൊണ്ടാണോ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബിരിയാണി കഴിക്കണമെന്ന് കൊതി തോന്നുവാണെങ്കിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിച്ചാരെങ്കിലും തരുവാണ്, എനിക്കിപ്പോൾ ഏട്ടൻ ഇന്നിപ്പം സർപ്രൈസ് ആയിട്ടൊരു ബിരിയാണി കൊണ്ടുവന്നെങ്കിൽ ഞാനത് നിരസിക്കത്തില്ല. കാരണം പുള്ളിക്കാരെ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് തന്നതല്ലേ. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ചിക്കൻ ആദ്യം കഴിച്ചു തുടങ്ങും, അത് കഴിഞ്ഞിട്ട് റൈസ് കുറച്ച് കഴിക്കും. അതിൻ്റെ കൂടെ ഈ പപ്പടം ഞാൻ കഴിക്കത്തില്ല, അതൊരു ജങ്ക് ഫുഡാണ് സദ്യ പറയാമല്ലോ. അതിന് നല്ല കലോറീസും ആകും. നമ്മളെ ഡെയിലി ലിമിറ്റ് കഴിഞ്ഞ് പോകരുതല്ലോ. ഒന്നാമത് ഇതിനകത്ത് നിന്ന് കുറേ ട്രാൻസ് ഫാറ്റ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആഗ്രഹ സബലീകരണത്തിനായിട്ട് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡെയിലി ഇപ്പോൾ രാവിലത്തെ ഇന്നിപ്പം ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കുവാണെങ്കിൽ ഡിന്നർ നിങ്ങൾ അതനുസരിച്ച് കുറച്ച് കഴിക്കുക. ഫുഡ് ഇപ്പോൾ രാവിലത്തേതും ഉച്ചക്കത്തെ കലോറിയും കൂടെ ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഡെയിലി ലിമിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും ഫുഡ് നിങ്ങൾ രാത്രിക്കത്തെ ഡിന്നറിന് കഴിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പം നിങ്ങൾക്കൊരു കല്യാണമുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ സദ്യ കഴിക്കും, പായസം കുടിക്കുമെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതനുസരിച്ചിട്ട് ഒരു മുട്ട ഓംലെറ്റ് അടിച്ച് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എഗ് വൈറ്റ്സ് ഒക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്മൂത്തി അടിച്ച് കുടിച്ചിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അതേ നമുക്ക് പറ്റത്തുള്ളൂ. എന്നും എല്ലാ കാലത്തും എല്ലാ സാധനങ്ങളും ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരു ചീറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് അന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ IF-നകത്തൊരു മെത്തേഡാണ്, ഇന്ന് ഇപ്പം നമ്മുടെ കലോറീസ് ലിമിറ്റിലേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നാളത്തെ കലോറീസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കഴിക്കുക. അപ്പോൾ IF-നെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും, അതെങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് കലോറി ലിമിറ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. IF ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് കുറയത്തില്ല, കലോറീസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആകത്തുള്ളൂ. എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടേ. പിന്നെ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഹണി കഴിക്കാം, ജാഗറി കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഈ ഷുഗർ തന്നെയാണ് കിട്ടുന്നത്. വൈറ്റ് ഷുഗറിനകത്ത് റിഫൈൻഡ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ പോലും അതിനകത്ത് നിന്നും മധുരങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് അതും ആദ്യമൊക്കെ ഇനീഷ്യലി അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്ന് വെയിറ്റ് ലോസ് ഒക്കെ ആയി ഒരു 4 കിലോ ഒക്കെ കുറഞ്ഞ് പതിയെ വേണമെങ്കിൽ ജാഗറിയോ ഹണിയോ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഓവർനൈറ്റ് ഓട്സിനകത്തൊക്കെ ഞാൻ ഒരിക്കൽ പോലും ഹണിയോ ഒന്നും ആഡ് ചെയ്തിട്ടല്ല യൂസ് ചെയ്തിട്ട്, ഞാനെല്ലാം എൻ്റെതായ രീതിയിലാണ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് മൈൽഡ് മധുരം മതി, അതുകൊണ്ട് തന്നെ ഞാൻ റോബസ്റ്റ പഴമൊക്കെ ഇട്ടാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ചാനലിൻ്റെ തന്നെ വെയിറ്റ് ലോസ് റിലേറ്റഡ് എന്ന പ്ലേലിസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാകുവേ. പിന്നെ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ ഇതിനോടൊക്കെ ഒപ്പം തന്നെ നമ്മളൊരു 30 തൊട്ട് 45 മിനിറ്റ് വരെ വർക്കൗട്ട്സ് എന്തെങ്കിലും ചെയ്യണം. ഞാൻ രാവിലെ സമയങ്ങളിൽ സൂര്യ നമസ്കാരം ചെയ്യും, വൈകുന്നേരം എക്സസൈസും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ 20 കിലോ കുറച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ആദ്യം 15 കിലോ 3 മാസം കൊണ്ട് കുറച്ചു, അത് കഴിഞ്ഞ് 55 കിലോ ആയി. അപ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ വീണ്ടും എല്ലാം ഫോളോ ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്ക് വീണ്ടും 5 കിലോയും കൂടെ കുറഞ്ഞ് ഞാൻ അങ്ങനെ 4-ാമത്തെ മാസം 20 കിലോ ആക്കിയിട്ട് ടോട്ടൽ ലോസ്. അപ്പോൾ എനിക്ക് ഇനി കുറയണമെന്ന് ആഗ്രഹമില്ല. അത് ഇടയ്ക്ക് 50 ഇടയ്ക്ക് 49 കാണിക്കാറുണ്ട്. സോ എനിക്ക് ഇനി കുറയണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ 1 മാസമായിട്ട് വർക്കൗട്ട്സ് ഒന്നും ചെയ്യുന്നില്ല. തമ്പുരാൻ സഹായിച്ച് എനിക്ക് ഇതുവരെ കൂടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇതിന് മുന്നേ ഒത്തിരി വെയിറ്റ് ലോസ് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വെയിറ്റ് കൂടാൻ തുടങ്ങും. പക്ഷെ ഇത്രയും നാളായിട്ട് എനിക്ക് വെയിറ്റ് കൂടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വെയിറ്റ് ലോസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ഋഷിക്കോട്ടൻ എഴുന്നേറ്റ്.